ഹലോ ഗായ്സ്, വെൽക്കം ടു ഫൺ ഫുട്ബോൾ ടി വി. എല്ലാവർക്കും ആദ്യം ഒരു സോറി പറയാണ്. കാരണം എനിക്കറിയാം എനിക്ക് അധികം സബ്സ്ക്രൈബേഴ്സൊന്നും വന്നിട്ടില്ല. ബട്ട് സ്റ്റിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ചിലപ്പോൾ ആ പോസ്റ്റൊക്കെ പോയി കാണുമായിരിക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ സ്റ്റേ ട്യൂൺ ഫോർ മൈ വീഡിയോസ് ആർ കമ്മിങ് ഓൺ ദ വേ. പക്ഷെ അതിന് ശേഷം ഞാൻ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, ഫസ്റ്റ് ചാനലാണ്. സോ എല്ലാ എല്ലാ വിധത്തിലും എനിക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. എന്തൊക്കെയാണ് മാറ്റം വരുത്തണമെന്ന് കോമൻസിലൊന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുന്നതാണ്. സോ ഇതൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. സോ ഇതിനെ അങ്ങനെ കണ്ടാൽ മതി. സോ ഫൺ ഫുട്ബോൾ ടി വി എന്ന് പറയുന്ന പേര് ഞാൻ എൻ്റെ ചാനലിന് കൊടുക്കാൻ കാരണം തന്നെ ഫുട്ബോളിനെ ഞാൻ നല്ല രീതിയിൽ എന്താ പറയുക, നമ്മളൊരു ഫ്രണ്ട്ലി രീതിയിൽ അപ്രോച്ച് ചെയ്ത് ഫ്രണ്ട്ലി രീതിയിൽ സംസാരിച്ച് ഒരു ഫ്രണ്ട് ടു ഫ്രണ്ട് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ സംസാരിച്ച് ഡീൽ ചെയ്യാൻ ഫുട്ബോളിൽ ഒരുപാട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്താ പറയുന്നത്, ടാക്ടിക്കൽ അനാലിസിസ് ഉണ്ട്, മാനേജോറിയൽ അനാലിസിസ് ഉണ്ട്, ഈ പറയുന്ന പോലെ എക്സ്പെക്റ്റഡ് ഗോൾസ്, എന്താ പറയുക, പ്ലെയർ മെൻറ്റാലിറ്റീസ്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഫുട്ബോളിൻ്റെ ഉള്ളിൽ നടക്കുന്ന കുറേ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ സംസാരിക്കാൻ പോകുന്നില്ല. ചില കളികളൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും, ഈ പറയുന്ന പോലെ മാനേജറിൻ്റെ ടാക്ടിക്സിന് പ്രശ്നമുണ്ട്, അങ്ങനെ നമ്മൾ പറഞ്ഞു പോവാം. കളി കാണുന്നത് നമ്മളൊക്കെ ഫുട്ബോൾ കാണുന്നവരല്ലേ. അപ്പോൾ കളി കാണുന്നതിനിടയിൽ നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് ഫുട്ബോളൊക്കെ കാണുന്നത് നമുക്ക് മനസ്സിലാവും അവിടെ എന്തുകൊണ്ടാണ് അവർ പ്ലെയർ അങ്ങനെ കളിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ടീം അങ്ങ് തോറ്റത് എന്നൊക്കെ നമുക്ക് കളി കാണുമ്പോൾ ചിലർക്ക് മനസ്സിലാവും. അതേ മെൻറ്റാലിറ്റിയിലാണ് ഞാൻ പറഞ്ഞത്. ഈ ഈ ഈ ഞാൻ ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ടുള്ള രീതിയിലാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പെന്നും പേപ്പറും എടുത്ത് പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും ഇവിടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ കാണുന്ന മാച്ചസ്, ഞാൻ കേൾക്കുന്ന ചില ന്യൂസുകൾ, ചില പ്ലെയേഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫുട്ബോളിലെ ന്യൂസുകൾ, ട്രാൻസ്ഫേഴ്സ്, പ്ലെയർ എന്താ പറയുക, ഫുട്ബോൾ റിവ്യൂ, മാച്ച് റിവ്യൂസ്, പ്രിവ്യൂസ് ഒക്കെ മാക്സിമം വാച്ച് അലോങ് ചെയ്യാൻ ട്രൈ ചെയ്യാം. സോ ഇതുപോലെ വളരെ ഫണ്ണായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫുട്ബോൾ ചാനലാണിത്. അതുകൊണ്ടാണ് ഫൺ ഫുട്ബോൾ ടി വി എന്ന് പേര് കൊടുത്തത്. പിന്നെ ഞാൻ എൻ്റെ വീഡിയോ ഇടാൻ വൈകിയെന്ന് ആദ്യമേ പറഞ്ഞല്ലോ സ്റ്റാർട്ടിങ്ങിൽ. അതിനൊരു കാരണമുണ്ട്. ഞാൻ അതിട്ട ദിവസം എന്ന് പറയുന്നത്, എന്തായാലും ഇപ്പോഴത്തെ ഹോട്ട് ചർച്ച എന്ന് പറയുന്നത് ഫുട്ബോൾ ഫിഫ ക്ലബ് വേൾഡ് കപ്പ് അത് അവസാനിച്ചു. അപ്പോൾ അതിന് നമുക്കൊരു ആദ്യത്തെ ചാമ്പ്യനെ കിട്ടി. ക്ലബ് വേൾഡ് കപ്പിൻ്റെ ആദ്യത്തെ പുതിയ എഡിഷനാണ്, പുതിയൊരു രീതി. ഇതിന് മുന്നേ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ചാമ്പ്യൻസ് ലീഗ് അടിച്ച് വരുന്നവർ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ചാമ്പ്യൻസ് ലീഗുകൾ ജയിച്ചു വരുന്ന ആൾക്കാർ തമ്മിൽ കളിക്കുന്നു. അത് എപ്പോഴും അധികവും അടിച്ചുകൊണ്ടിരുന്ന യൂറോപ്യൻ ചാമ്പ്യൻസ് തന്നെയാണ് കൂടുതലും അടിച്ചത്. അവസാനം റയൽ മാഡ്രിഡ് ആണെന്ന് തോന്നുന്നു അടിച്ചത്, എനിക്കറിയില്ല. അവർ കഴിഞ്ഞ വർഷം ഈ വർഷം ഫെബ്രുവരിയിലാണ് സാധാരണ നടക്കാറുള്ളത്. സോ അത് കളിച്ചോന്ന് എനിക്കറിയില്ല, ഞാനത് അത്ര നോക്കിയിട്ടില്ല. സോ എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻസിൽ പറയാം. അപ്പോൾ അതാണ്. സോ അതിനെ പുതിയൊരു എഡിഷനാക്കി മാറ്റിയവർ. പുതിയൊരു എഡിഷനെ 32 ടീംസിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ക്യാമ്പയിൻ, ചാമ്പ്യൻസ് ലീഗൊക്കെ പോലെ തന്നെ ഒരു ക്യാമ്പയിൻ പോലെ അവർ ഫിഫ ഫെഡറേഷൻ അവർ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഫസ്റ്റ് എഡിഷനാണിത്. അതുപോലെ തന്നെ മുന്നേ ഫിഫ ക്ലബ് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞ് ടീംസ് അടിച്ചുകൊണ്ടിരുന്ന ആ കപ്പിന് ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പ് എന്നുള്ള രീതിയിലൊക്കെ അവർ മാറ്റുകയും ചെയ്തു. സോ നിലവിലെ UEFA ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സായ പാരീസ് സെന്റ് ജെർമിയൻ അവർ തീർച്ചയായിട്ടും ഈ ക്യാമ്പയിൻ കളിക്കുന്നതാണ്. ഈ പറയുന്ന പോലെ ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പ് അവർ ഈ വരുന്ന ഫെബ്രുവരിയിൽ എന്തായാലും അത് കളിക്കും. ഫെബ്രുവരിയിലോ മാർച്ചിലോ ആയിരിക്കാം അവരത് കളിക്കും. പക്ഷേ ഇത് ക്ലബ് വേൾഡ് കപ്പാണ്. നമ്മുടെ നാഷണൽ ടീംസ് കളിക്കുന്ന വേൾഡ് കപ്പ് പോലെ തന്നെ 4 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. ജയിക്കുന്ന ടീമിന് അവരുടെ ജേഴ്സിയിൽ 4 വർഷം ആ ടാഗ് ലൈൻ വരും. സോ നമുക്കെല്ലാവർക്കും അറിയാം, ഞായറാഴ്ചയായിരുന്നു കളി. PSG 3-0 തകർത്തുകൊണ്ട് ചെൽസി ചാമ്പ്യൻസായി, ചെൽസി ഫുട്ബോൾ ക്ലബ്. ഞാൻ തുറന്ന് പറയുകയാണ്, ഞാൻ എന്തുകൊണ്ട് എൻ്റെ വീഡിയോ വൈകിച്ചതിനുള്ളൊരു കാരണം ചെൽസിയാണ്. കാരണം ഞാനൊരു ചെൽസി ആരാധകനാണ്. ഞാൻ വളരെ വലിയൊരു ചെൽസി ആരാധകനാണ്. സോ ഞാൻ ആ ഫൈനൽ കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ ആ പോസ്റ്റ് ഇട്ട ദിവസം ചെൽസി ഓൾറെഡി ഫൈനലിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. PSG റയൽ മാഡ്രിഡ് കളി കഴിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സോ PSG ഓർ റയൽ മാഡ്രിഡ് ആര് വന്നാലും എന്തായാലും നമ്മൾ ഫൈനലിൽ കയറി. സോ ആ ഒരു മാച്ച് കഴിഞ്ഞിട്ട് ചെൽസി തോറ്റാലും ശരി ജയിച്ചാലും ശരി
ക്ലബ് വേൾഡ് കപ്പ് ഒരു ചാമ്പ്യൻസ് വന്നതിന് ശേഷം അത് വെച്ചിട്ട് അതൊരു ടോപ്പിക്കായിട്ട് എൻ്റെ ചാനലിലെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അതുകൊണ്ടാണ് ലേറ്റ് ആയത്. സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും മാച്ചിലേക്ക് പോകുന്നില്ല. പക്ഷേ ഒരു ചെൽസി ആരാധകൻ എന്ന രീതിയിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ബ്ലൂസ്, വാട്ട് എ പ്ലേ, വാട്ട് എ ഡിസ്പ്ലേ. അല്ലെങ്കിൽ നമ്മൾ അഗെയിൻസ്റ്റ് ഓഡ്സ് ഇങ്ങനെ തന്നെയാണ് അല്ലേ? ചെൽസിയെ എല്ലാവരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കളഞ്ഞു. നമ്മൾ ഈ ചാമ്പ്യൻസ് ലീഗ് അടിച്ചത് കൊണ്ട് തന്നെ PSG വലിയ ടീമാണ് ചെൽസി എന്ന് ഒരു ചെൽസി ആരാധകനും അവകാശപ്പെട്ടില്ല. പക്ഷേ ചെൽസിക്കും നല്ല പ്ലെയേഴ്സ് ഉണ്ട്, നല്ല മാനേജേഴ്സ് ഉണ്ട്, അവർക്കും കളിക്കാൻ പറ്റും. നിലവിൽ ഇപ്പോൾ PSG തന്നെയാണ് നല്ല ടീം, അല്ല എന്ന് പറയുന്നില്ല. ചെൽസി ഏറ്റവും മികച്ച ടീമാണെന്നൊന്നും അവകാശപ്പെടുന്നില്ല, ഒരാളും അവകാശപ്പെടുന്നില്ല. പക്ഷേ PSG ടാക്ടിക്സിന്, അതായത് PSG അവരൊരു ബ്രഹ്മാണ്ഡ ടീമായി എന്നൊക്കെ ചിലർ പറയുന്നുണ്ടായിരുന്നു. ബ്രഹ്മാണ്ഡ ടീം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് സാർ, എന്താണ് ബോസ് ബ്രഹ്മാണ്ഡ ടീം എന്നൊക്കെ പറഞ്ഞാൽ? നമ്മൾ ഇഷ്ടം പോലെ ബ്രഹ്മാണ്ഡ ടീമുകൾ കണ്ടിട്ടുണ്ട്. PSG ഒരു ബ്രഹ്മാണ്ഡ ടീമായി എന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. കാരണം കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് അവർ നല്ല കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ അത് ഇയേഴ്സ് കണക്കിന് കാഴ്ചവെച്ച് അവർ ഒരുപാട് ട്രോഫീസ് എടുത്ത് അവർ പ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ ആണ് അവർ ബ്രഹ്മാണ്ഡ ടീമാവുന്നത്. ഫോർ എക്സാമ്പിൾ പെപ് ഗ്വാർഡിയോളയുടെ FC ബാഴ്സലോണ, അലക്സ് ഫെർഗൂസൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, പെപ്പിൻ്റെ തന്നെ ബയൺ, പിന്നെ നമ്മുടെ ഹാൻസി ഫ്ലിക്കിൻ്റെ ബയൺ ക്വാഡ്രപ്പിൾ അടിച്ചത്. അതൊക്കെയാണ് അവർ മീൻസ് അതൊക്കെ ഒരു ബ്രഹ്മാണ്ഡ ടീമാണ്. പക്ഷേ ഹാൻസി ഫ്ലിക്കിൻ്റെ ടീമിന് അധികം നാൾ നിലനിൽക്കാൻ പറ്റിയില്ല. അയാൾ എപ്പോഴേക്കും ജർമ്മൻ നാഷണൽ ടീമിലേക്ക് പോയപ്പോഴേക്കും ബയൺ താന്നു പതുക്കെ. സോ അങ്ങനെയാണ് ഒരു ബ്രഹ്മാണ്ഡ ടീം സൃഷ്ടിക്കപ്പെടുന്നത്. സോ PSG യു ഹാവ് വെരി മച്ച് ടു ഗോ ഓൺ. പക്ഷേ ചെൽസിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ PSG തന്നെയാണ് മുൻപന്തിയിലുള്ളത്. പക്ഷേ എന്തുകൊണ്ട് ചെൽസി അവർ ഔട്ട് ക്ലാസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനേജർ ആൻഡ് പ്ലെയേഴ്സ് ടാക്ടിക്കൽ ഡീലിങ്സ്. അതായത് എന്തുകൊണ്ട് PSG കളി നല്ലോണം പഠിച്ച് അവരെന്താണോ മറ്റു ടീമുകൾക്കെതിരെ പയറ്റിയ ആ തന്ത്രം അത് തിരിച്ചു പയറ്റി. അതാണ് ചെൽസി ചെയ്തത്. അത്രേ ചെൽസി ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ ചെയ്താൽ അവരെ തീർക്കാൻ പറ്റുമെന്ന് ബയൺ തന്നെ പ്രൂവ് ചെയ്തതാണ്. പക്ഷേ ബയൺ എന്തുകൊണ്ട് ബയൺ തോറ്റു എന്ന് പറയുന്നതിന് കാരണം വെച്ചാൽ ബയൺ ക്ലിനിക്കലായില്ല. ഫൈനൽ തേർഡിൽ അവർ ക്ലിനിക്കലല്ലായിരുന്നു. പക്ഷേ അവർക്ക് ഗോൾ അടിച്ച് ആ കളി സൈൻ ഓഫ് ചെയ്യാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. ആ കളി ഞാൻ ലൈവ് കണ്ടതാണ്. സോ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ബയണിന് അത് പറ്റിയില്ല. ബിക്കോസ് അവർ കുറച്ച് വറീഡ് ആയിരുന്നു, അവർ കൂൾ ആൻഡ് കമ്പോസ്ഡ് ആയിരുന്നില്ല. ബിക്കോസ് PSG ഓൾറെഡി ഗോൾ അടിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രഷർ ഉണ്ടാവും. ഇപ്പോൾ ചെൽസിയുടെ കേസിലാണെങ്കിലും ബയണല്ല PSG ആദ്യമേ ഒരു ഗോൾ അടിച്ചിരുന്നെങ്കിൽ അവർ ഈ പറയുന്ന പോലെ ഒരു പ്രഷറൈസ് ചെൽസിക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ലായിരുന്നു. പക്ഷേ അവർ ആദ്യം മുതലേ കളി കൺട്രോൾ, അതാണ് എൻസോ മരസ്ക പറഞ്ഞത്, ഫസ്റ്റ് മിനിറ്റ് മുതൽ തന്നെ കളി കൺട്രോൾ ചെയ്യുക. കളി നമ്മുടെ കയ്യിലായിരിക്കണം. പൊസിഷൻ അവർക്ക് കൊടുത്തോ കുഴപ്പമില്ല, പക്ഷേ കളി നമ്മളെ കൺട്രോളിലായിരിക്കണം. ദാറ്റ്സ് ഇറ്റ്. അതാണ് ചെൽസി ബോയ്സ് ചെയ്തത്. ഫസ്റ്റ് ഹാഫിൽ തന്നെ 3 അടിപൊളി ഗോള്, 2 ഗോള് ബൈ കോൾ പാർമർ, 1 അസിസ്റ്റ് ജാവോ പെഡ്രോൻ്റെ ഗോള്, അടിപൊളി. ഓരോ ഗോളിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇത് ജസ്റ്റ് ഒരു ഫാൻ അതായത് പറയുന്നുള്ളൂ. ഒരുപാട് വീഡിയോകൾ വന്നു കഴിഞ്ഞു എങ്ങനെ ഗോൾ വന്നുള്ളത്, അത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ബട്ട് all 3 goals were beautiful, fantastic. പിന്നെ സെക്കൻഡ് ഹാഫിൽ അടിച്ച ഗോളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവർക്കറിയാം. ബസ് പാർക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല ചെൽസി, ബസ് പാർക്കിംഗ് ചെയ്തിട്ടേ ഇല്ല. പക്ഷേ എന്താണ് അവർ ഡിഫൻസിലേക്ക് വരുമ്പോൾ അവളുടെ ആ ഒരു കാം ആൻഡ് കമ്പോസ്റ്റ്. ഇത് തന്നെയാണ് 2021 മാൻ സിറ്റിയെ ചെൽസി തകർത്തപ്പോഴും ട്യൂക്കലിൻ്റെ ചെൽസി ഇത് തന്നെയാണ് അവർ സ്ട്രാറ്റജി ചെയ്തത്. ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു അവർ ബസ് കളിച്ചു. ബ്രോ, ആ മാച്ച് ലൈവ് കണ്ടോ നിങ്ങൾ? That was not a bus parking. That was something smoothly best defensive play ever seen. Defensive display. അതൊരിക്കലും ബസ് പാർക്കിംഗ് അല്ല. കാരണം അത്രയ്ക്കും ആ ബസ് പാർക്കിംഗ് ആണെങ്കിൽ എങ്ങനെയാണ് ബ്രോ ആ കളിയിൽ ചെൽസിയുടെ XG 2 പോയിന്റ് കൂടുതൽ വരുന്നത്? സിറ്റിയുടെ 1 താഴെയാണ്, 0.5 സംതിങ് ആയിരുന്നു. അതേപോലെ തന്നെ ഇവിടെ PSG കളി അതുപോലെ തന്നെ 0.5 സംതിങ് ഉള്ളൂ. ഇവിടെ ചെൽസിക്ക് 2.3 ഉണ്ടായിരുന്നു, 2.03 XG. സോ അങ്ങനെയാണ് അത് നല്ലൊരു കളി കളിച്ചതിനെ അംഗീകരിക്കുക. ഓക്കെ, സോ വേൾഡ് കപ്പ് ചാമ്പ്യൻസായി ചെൽസി. വളരെയധികം സന്തോഷം. 2-2.5 വർഷം വളരെ താന്നു നിൽക്കുന്ന ഒരു ടീമായിരുന്നു എൻ്റെ ടീം. ഇപ്പം അവർ തിരിച്ചു വരുന്നുണ്ടായിരുന്നു, കോൺഫറൻസ് ലീഗ് അടിച്ചു. അത് നമുക്ക് പറഞ്ഞു വെച്ചിട്ടുള്ളൊരു കപ്പ് തന്നെയാണ്. അത് അടിച്ചില്ലേ നമ്മൾ ഏറി കയറും, അടിച്ചാലും നമ്മൾ ഏറലാണ്. സോ
അതിനെ ഒരു ട്രോഫി ആയിട്ടൊന്നും കണക്കാക്കുന്നില്ല. ബട്ട് സ്റ്റിൽ ആ കോമ്പറ്റീഷനിൽ കളിക്കുന്ന രീതിക്ക് ആ ട്രോഫി അടിച്ചിരിക്കണം. അത് ചെൽസി ചെയ്തു. ടോപ്പ് 4 ഫിനിഷ് ചെയ്യുക. കഴിഞ്ഞ സീസണിൽ നമുക്ക് എന്താണോ വേണ്ടിയിരുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് അത് എന്തായാലും എൻസോ മരസ്ക നമുക്ക് തന്നു. ടോപ്പ് 4 കിട്ടി, കോൺഫറൻസ് ലീഗ് അടിച്ചു, ഇപ്പോൾ ക്ലബ് വേൾഡ് കപ്പ് അടിച്ചു. അതൊരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നുള്ള കാര്യമല്ല. ഫൈനൽ വരെ എത്തുന്നു തന്നെ എക്സ്പെക്ട് ചെയ്തു. നമുക്ക് ജസ്റ്റ് നമ്മൾ ഒരു ക്വാർട്ടറോ സെമി വരെ എത്തിയാൽ തന്നെ നമ്മൾ ഫാൻസ് ഹാപ്പി ആയിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മളെ ഫൈനൽ എത്തിച്ചു, ഫൈനലിൽ ജയിക്കും, കപ്പ് പഠിപ്പിച്ചു. അതും PSG ഇപ്പം ടോപ്പ് ഫോമിൽ നിൽക്കുന്ന ഒരു ടീമിനെ തന്നെ തോപ്പിച്ച് ഫൈനൽ എത്തിച്ചു. ഒരു റിയാലിറ്റി ചെക്കായിരുന്നു ചെൽസിക്ക് അത്. എത്രത്തോളം ടീം ഫോമുണ്ട്, എത്രത്തോളം ഒരു ടീം പ്ലേ വന്നു, ഒരു ടീം സ്പിരിറ്റ് വന്നു എമംഗ്സ് ദ പ്ലേയേഴ്സ് എന്നുള്ളത് മനസ്സിലായി. ഇനി ഈ ടീമിന് ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിക്കും. PSG തിരിച്ചു വരും. PSG കോച്ച് എന്ന് പറയുന്നത് ലൂയിസ് എൻട്രിക്കയാണ്. സോ വി കാൻ അണ്ടർസ്റ്റിമേറ്റ് ഹിം. ഒരു പ്രൂവൺ ആയിട്ടുള്ള കോച്ചാണ്. ബാഴ്സലോണയൊക്കെ വെച്ച് നല്ല ട്രോഫീസൊക്കെ അടിച്ച് നല്ല പരിചയമുള്ള ഒരു വെൽ നോൺ കോച്ചാണ്. സോ ഹീസ് എ മെൻറ്റാലിറ്റി കോച്ച്. സോ ഡെഫിനറ്റ്ലി ഒരു മിസ്റ്റേക്ക് പറ്റി, ചെൽസി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, അതാണ് സംഭവിച്ചത്. പക്ഷേ ഇനിയിപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ എങ്ങനെ ചെൽസീനെ അടുത്ത വർഷം കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ പഞ്ഞിക്കിടാനുള്ള കാര്യങ്ങളൊക്കെ അവർ നോക്കും. അവരതിനു വേണ്ടി തന്നെയായിരിക്കും അവർ ചെൽസീനെ കിട്ടണേ എന്ന് തന്നെയായിരിക്കും പറയുന്നുണ്ടാവുക. സോ കിട്ടട്ടെ, ചെൽസി നല്ല രീതിയിൽ മുന്നോട്ട് കളിക്കട്ടെ. അപ്പം ഇതൊരു പുതിയ ചാനലിൻ്റെ തുടക്കം എൻ്റെ ടീമിൻ്റെ ഒരു ട്രോഫി സെലിബ്രേഷനോട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സോ ഇനിയും മുന്നോട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസ് ഇടും. വരുന്ന ഓരോ ന്യൂസൊക്കെ, ട്രാൻസ്ഫർ ന്യൂസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു അതൊക്കെ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറയും, അത്രയേ ഉള്ളൂ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കുകയൊന്നുമില്ല. സോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ്സ് ചെയ്യാം. ഇപ്പോൾ ചെൽസിനെ കുറിച്ചാണെങ്കിൽ കമൻറ്റ്സ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, വീഡിയോ ബോറിംഗ് ആയിട്ട് തോന്നിയില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താഴെയുള്ള ബെല്ലൈക്കണ് ഒന്ന് അമർത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ആ ബെല്ലമർത്തും കൂടി ഒന്ന് അമർത്തിയാൽ വലിയ ഉപകാരമായിരുന്നു. സോ until next time, see you, goodbye.